നിങ്ങളുടെ എല്ലാ സാന്നിധ്യത്തിലും സഹകരണത്തിനും നന്ദി പറയുകയാണ്. തുടർന്ന് ഏതാനും ചില മിനിറ്റുകൾ വിവാഹ നിശ്ചയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്ത നിങ്ങളോട് എല്ലാവരും പറഞ്ഞ് ദൈവസ്ഥയിൽ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുമെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. അല്പം ശ്രദ്ധ കൂടുതൽ ആവശ്യമുണ്ട്. കാരണം ഞാൻ ആ നിലയിലുള്ള ഒരു ചിന്തയാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനിടയ്ക്ക് നിങ്ങളുടെ ചിന്ത മാറിപ്പോയാൽ ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകും. വിവാഹ നിശ്ചയവുമായിട്ട് ബന്ധപ്പെട്ട് വേദപുസ്തകത്തിൽ കാണുന്ന ഒരു ചിത്രം അത് നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ആദ്യമേ തന്നെ ഇവരുടെ വിവാഹത്തിലുള്ള എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. കർത്താവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നത്. വിവാഹ നിശ്ചയം എന്നുള്ള ഒരാശയത്തോടെ അല്ലെങ്കിൽ ആ ചിന്തയെ എടുത്തുകൊണ്ട് വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. ദൈവദാസന്മാർക്കും ദൈവവചനം ശരിയായ നിലയിൽ വായിക്കുകയും ധ്യാനിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ആ വാക്യം വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായം 2, 3, 4 വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ചിന്ത അവിടെ കാണുന്നത്. ഞാൻ ആ വാക്യം പിന്നാലെ വായിച്ചു കേൾപ്പിക്കാം. എന്നാൽ ആ വാക്യത്തിന്റെ ഒരു പശ്ചാത്തലം വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ആ വാക്യത്തിലേക്ക് വരുന്നതാണ്. അപ്പോസ്തലനായ പൗലോസ് താൻ യൂറോപ്പിന്റെ ഒരു ഭാഗമായിരിക്കുന്ന കൊരിന്ത് എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവ് നൽകിയ ദർശനപ്രകാരം സുവിശേഷ വേലയുമായി കടന്നു ചെല്ലുകയും കൊരിന്ത് എന്ന പട്ടണത്തിൽ ഒരു സഭ സ്ഥാപിക്കുകയും ചെയ്തു. വളരെ അനുഗ്രഹീതമായ ഒരു സഭയായിരുന്നു. കൃപാവരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സഭയായിരുന്നു. അങ്ങനെ പലവിധ അനുഗ്രഹങ്ങളുമുള്ള ആ സഭയിലെ വിശ്വാസികൾ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസ് അവരെ പഠിപ്പിച്ച ക്രിസ്തീയ പാഠങ്ങൾ, മൂല്യങ്ങൾ, തത്വങ്ങൾ, ആശയങ്ങൾ ഇതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് മറ്റൊരു സംവിധാനത്തിലേക്ക്, മറ്റൊരു ആശയത്തിലേക്ക്, ചിന്താഗതിയിലേക്ക് അവർ വഴുതി പോകുന്ന ഒരു സാധ്യത കാണുമ്പോൾ അവരെ പ്രബോധിപ്പിച്ചുകൊണ്ട്, അവരെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് താൻ വളരെ ഭയത്തോടെ, ആകുലതയോടെ, വിഷമത്തോടെ ആ വിഷയം അവർ ആ വിശ്വാസത്തിൽ നിന്ന് വീണു പോകുമോ എന്നുള്ള ഭയത്തിൽ നിന്നുകൊണ്ട് അവരെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു വാക്യ ശകലമാണ് 11-ാമത്തെ അധ്യായം 2, 3, 4 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ഈ വിവാഹ നിശ്ചയവുമായിട്ട് ബന്ധപ്പെട്ട ഒരാശയം അവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, താൻ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ഒട്ടനവധി പേരെ സ്നാനപ്പെടുത്തി അവിടെ തന്നെ സഭ സ്ഥാപിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കൊരിന്തിലുള്ള സഭാവിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുവാനായിട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ വ്യതിചലിച്ചു പോകുമോ എന്നുള്ള ഭയം കൊണ്ട് അവരെ പ്രബോധിപ്പിച്ച് എഴുതുന്നതാണ്. അങ്ങനെ എഴുതുമ്പോൾ താൻ ഒരു രൂപകാലങ്കാര ഭാഷ അല്ലെങ്കിൽ ഒരു ആലങ്കാരിക ഭാഷ ഉപയോഗിച്ചുകൊണ്ട് താൻ അവരെ പ്രബോധിപ്പിക്കുന്നതാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങളിത് ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല രതിയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഈ വാക്യം കേട്ടിട്ടുണ്ട്. ഈ വാക്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വേറെ ഒരു സുവിശേഷത്തിലേക്ക്, വേറെ ഒരു ആത്മാവിലേക്ക്, വേറെ ഒരു ചിന്താഗതിയിലേക്ക്
കൊരിന്തിലെ വിശ്വാസികൾ വഴുതി പോകുമോ എന്നുള്ള ഭയം മുന്നിൽ കണ്ടുകൊണ്ട് പൗലോസ് വളരെ ആശങ്കയോടെ, വ്യാകുലതയോടെ, ഭയത്തോടെ അവരോട് പറയുകയാണ്. അവർ വേറെ ഒരു സുവിശേഷത്തിലേക്ക്, വേറെ ഒരു വ്യക്തിയുടെ പിന്നാലെ പോകുമോ എന്നുള്ള ഭയം, അത് ചിത്രീകരിക്കാൻ, അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് വിവാഹ നിശ്ചയം എന്നുള്ള ഒരു ആലങ്കാരിക പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 10-ാം തീയതി എറണാകുളത്ത് ഒരു വിവാഹ നിശ്ചയത്തിൽ ഇതുപോലെ പങ്കെടുത്തു. ആ വിവാഹ നിശ്ചയത്തിൽ ഇതുപോലെ ഇന്ന് നമ്മളിവിടെ കണ്ടതുപോലെ എല്ലാ കാര്യ ശുശ്രൂഷകളും നടന്നു. അവസാനം വേദിയിലെ ദേവദാസ് ആ വിവാഹ നിശ്ചയ രേഖ വായിച്ച് കേൾപ്പിക്കുകയാണ്. വിവാഹ നിശ്ചയ രേഖ വായിച്ച് കേൾപ്പിച്ചപ്പോൾ ആ രേഖപ്പെടുത്തിയതിൽ ഒരല്പം പിശകുണ്ടായിരുന്നു. ആ പിശക് വില്ലേജ് രേഖപ്പെടുത്തിയ സമയത്ത് വില്ലേജ് തെറ്റിപ്പോയി. അപ്പോൾ സദസ്സിലിരുന്ന ഒരു അപ്പച്ചൻ, ആ കുടുംബത്തിലെ ഒരു അംഗം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ആ രേഖ വായിച്ചതിൽ അല്പം തെറ്റുണ്ട്, അത് തിരുത്തണമെന്ന് പറഞ്ഞു. ആ വില്ലേജ് വായിച്ച തെറ്റാണ്, വില്ലേജ് ആ പറഞ്ഞതല്ല, എഴുതി വെച്ചതല്ല, വില്ലേജ് ശരിയായത് ഇതാണ് എന്ന് പറയുന്നുണ്ട്. വേദിയിലിരുന്ന ദേവദാസന്മാരൊക്കെ അത് വളരെ നിസാരമായിട്ട് ഒക്കെ ശരിയാക്കാം എന്നൊക്കെ നിലയിൽ അവർ പറഞ്ഞെങ്കിലും അന്നത്തെ വചന ശുശ്രൂഷ ഞാൻ തന്നെയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് വാസ്തവത്തിൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ദൈവവചനവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല ഉദാഹരണം തന്നെ ആ വേദിയിൽ അവിടെ വെച്ച് എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ അപ്പച്ചൻ വളരെ ഗൗരവത്തോടെ സ്റ്റേജിലേക്ക് വരികയും അത് തിരുത്തി എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തുകയും ചെയ്ത് അദ്ദേഹം അവിടെ നൽകിയുണ്ടായി. എല്ലാവരും അതല്പം അസ്വാരസ്യമായിട്ടാണ് അത് കണ്ടതെങ്കിലും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് എന്റെ സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് മനസ്സിലായി. അതെന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ള വിശ്വാസികളെ യേശുക്രിസ്തു എന്ന് പറയുന്ന ഏക പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അപ്പോസ്തലനായ പൗലോസിന്റെ ജോലി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താൻ ചെയ്ത ശുശ്രൂഷ എന്ന് പറയുന്നത്, ഈ മണവാളനായ ക്രിസ്തുവിനെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. ഈ മണവാളനായ ക്രിസ്തുവിനെ, കാന്തനായ ക്രിസ്തുവിനെ വളരെ അടുത്ത് പരിചയമുള്ള, തന്നെ നന്നായിട്ട് അറിയാവുന്ന, ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലുള്ള ആളുകളുടെ അടുക്കൽ ചെന്നിട്ട് ഈ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു. ഈ യേശുവിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഈ യേശുവിൽ വിശ്വസിക്കുവാൻ തക്കതായ കാരണങ്ങൾ അവരോട് വിവരിച്ചു കൊടുത്തു. അങ്ങനെ യേശുവിനെ കുറിച്ച് കേട്ടതായ കൊരിന്തിലെ വിശ്വാസികൾ യേശു ക്രിസ്തുവിലേക്ക് അവർ വന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊരിന്തിലെ വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന്, അവരുടെ സമർപ്പണത്തിൽ നിന്ന്, അവരുടെ ആ സ്നേഹത്തിൽ നിന്നൊക്കെ അല്പം വ്യതിചലിച്ചു പോകുന്നത് കണ്ടപ്പോൾ യേശു ക്രിസ്തുവിനെ കൊരിന്ത്യർക്ക് അവതരിപ്പിച്ചു കൊടുത്ത അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന ആ മധ്യസ്ഥന് വളരെയധികം ആശങ്ക. ആ ആശങ്കയിൽ നിന്ന് താൻ പറയുകയാണ്, നിങ്ങൾ പിശാചിന്റെ ഉപായത്താൽ ചതിക്കപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്താണ് ചതിക്കപ്പെടാനുള്ള സാധ്യതയായിട്ട് കാണുന്നത്? ഞങ്ങൾ പ്രസംഗിക്കാത്ത, ഞങ്ങൾ നിങ്ങളോട് പറയാത്ത വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവിനെ നിങ്ങൾ പിന്തുടരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ ചതിക്കപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പൊ ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു. ആ ഉദാഹരണത്തിന്റെ പ്രസക്തിയാണ് ഇവിടെ ഞാൻ ഉദാഹരണമായിട്ട് തന്നെ കൊണ്ടുവരുന്നത്. ഈ സുവിശേഷം എന്ന് പറയുന്നത് നിർമ്മലമായ സുവിശേഷമാണ്. യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തി ലോകരക്ഷകനായ കർത്താവായ, പാപികൾക്ക് മോചനം കൊടുക്കുന്ന, പാപക്ഷമ നൽകുന്ന, നിത്യജീവൻ നൽകുന്ന ഒരേ ഒരു വ്യക്തി, അത് വേദപുസ്തകം പറയുന്ന യേശു മാത്രമാണ്.
യേശുവിന്റെ പേരും ആ യേശുവിന്റെ കാര്യങ്ങളൊക്കെ കടമെടുത്തുകൊണ്ട് പല കള്ള ഉപദേഷ്ടാക്കന്മാരും പല കള്ള ക്രിസ്തുക്കളും കള്ള പ്രവാചകന്മാരും മറ്റൊരു യേശുവിനെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. പലപ്പോഴും അതിന്റെ അപകടം പലരും മനസ്സിലാക്കാറില്ല. ഇനി എന്നെ ശ്രദ്ധയോടെ കേട്ടത് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആ രേഖ വായിച്ചപ്പോൾ എല്ലാം ശരിയാണ്. അതിലെ ഒരു കാര്യം മാത്രമേ വ്യത്യാസം വന്നുള്ളൂ, വില്ലേജ് തെറ്റിപ്പോയി. അതൊക്കെ എത്ര ഗൗരവപൂർവ്വം പറയാനായിട്ട് കാരണം ഞാൻ ഇന്ന് ആലോചിച്ചപ്പോൾ അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അന്ന് വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ടിരുന്ന ആ ചെറുപ്പക്കാരന്റെ പേര് ജിജോ എന്നായിരുന്നു, പെൺകുട്ടിയുടെ പേര് നിസി എന്നായിരുന്നു. നിസിയെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത് ആ ജിജോ ബാക്കി എന്തൊക്കെ ശരിയായാലും വില്ലേജിലേക്ക് പോയാൽ ആ എഴുതപ്പെട്ട വില്ലേജിൽ അങ്ങനെ ഒരു ജിജോ ഉണ്ടെങ്കിൽ ആ ജിജോയായിട്ടാണ് ആ പെൺകുട്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലാതെ വേദിയിലിരിക്കുന്ന ജിജോ ആയിട്ടല്ല. അതാണ് എന്റെ ഗൗരവം. പലപ്പോഴും നമ്മളെല്ലാം വഴിതെറ്റി പോകുന്നതും നമ്മളെല്ലാം ഗൗരവത്തോടെ കാണാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ മൊത്തത്തിൽ കേൾക്കുന്ന യേശു എന്നുണ്ട്, സുവിശേഷം എന്നുണ്ട്, ആത്മാവുന്നുണ്ട്, പക്ഷെ എവിടെയാണ് തെറ്റിയതെന്ന് പലപ്പോഴും നമ്മൾ ഗൗരവത്തോടെ നോക്കാറില്ല. ഇങ്ങനെ തന്നെയാണ് പിശാച് വന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുന്നത്. പിശാച് മറ്റൊരു സുവിശേഷത്തിലേക്ക്, മറ്റൊരു യേശുവിലേക്ക്, മറ്റൊരു ആത്മാവിലേക്ക് ജനത്തെ കൊണ്ടുപോകുന്നത് വളരെ വിദഗ്ധമായിട്ടാണ്. ആളുകൾ അറിയാത്ത വിധത്തിൽ സൂത്രത്തിൽ അതിനിടയിൽ കുറച്ച് വ്യാജം കയറ്റിവിടും. എന്നിട്ട് ആളുകളെ അത് ശരിയാണെന്ന് ധരിപ്പിക്കുകയോ ബോധ്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ കണ്ണൊന്ന് മറച്ചു കളയുകയോ ഒക്കെ ചെയ്യുന്ന വിധത്തിൽ വളരെ വിദഗ്ധമായിട്ട് ഇടപെടും എന്നുള്ളതാണ് അതിന്റെ ഭയപ്പെടുത്തുന്ന രംഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഞാനിത് ഇനിയും അധികം വിശദീകരിക്കുന്നതാണെങ്കിൽ ഞാൻ അധികം വിശദീകരണത്തിന് മുതിരുന്നില്ല. കാരണം നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രസംഗം കേൾക്കാനായിട്ട് വന്നതല്ല. നിങ്ങളും ഫ്രെഡിയെയും ബിൻസാമുകളെയും കണ്ട് അവരോടൊപ്പം സമയം ചെലവഴിച്ച് ഭക്ഷണം കഴിച്ച് പോകാൻ വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് എൻ്റെ വലിയ വിധത്തിലുള്ള ഈ പ്രസംഗങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ലാന്നറിയാം. പക്ഷേ ഞാനൊരു ആശയം നിങ്ങളോട് പറയുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ വിശ്വാസികളെ കുറിച്ച് വളരെ എരിവോടെ എരിയുകയാണ്. പറയുകയാണ്, നിങ്ങൾ മറ്റൊരു യേശുവിലേക്ക്, മറ്റൊരു സുവിശേഷത്തിലേക്ക്, മറ്റൊരു ആത്മാവിലേക്ക് നിങ്ങൾ ചതിക്കപ്പെട്ട് വീണ് പോകരുത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ യേശുവാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷമാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച ആ ആത്മാവാണ് ശരിയായത്. അതുകൊണ്ട് അതിൽ മുറുകെ പിടിക്കുക. അപ്പോൾ കൊരിന്തിലെ വിശ്വാസികൾ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇതല്ല മണവാളൻ, ഇതല്ല യഥാർത്ഥ യേശു, ഇതല്ല നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്, മറ്റൊരാളാണ് എന്ന് പറഞ്ഞ് വേറെ ആരെങ്കിലും വന്നാൽ അത് സ്വീകരിക്കരുത് എന്നുള്ളതാണ്. നിന്നെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. ഇനി വിവാഹം എന്ന് പറയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആ വിവാഹ ദിവസം വരെയും കൊരിന്തിലെ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ വിശ്വസ്തയോടെ ഈ മണവാളനുമായിട്ടുള്ള വിവാഹം കഴിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ കൊരിന്തിലെ വിശ്വാസികളിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രതീക്ഷിക്കുന്ന ആ സ്വഭാവ ഗുണം എന്താണെന്നറിയാമോ? വിവാഹ നിശ്ചയം മുതൽ വിവാഹ ദിനം വരെയും മണവാളൻ മണവാട്ടിയെ തന്റെ സ്വന്തമാക്കി ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നതുവരെയും മണവാട്ടി വിശ്വസ്തയോടെ, താല്പര്യത്തോടെ, സ്നേഹത്തോടെ, സമർപ്പണത്തോടെ, ഏകാഗ്രതയോടെ, നിർമ്മലതയോടെ ഈ മണവാളന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ള ചിന്തയാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്നത്. ഈ വിവാഹവും വിവാഹ നിശ്ചയവും തമ്മിൽ അതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഞാനൊരു ആത്മീയ ചിന്തയാണ് പറഞ്ഞത്. ഒരു കുടുംബ ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാര് വിജയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം എന്നുള്ളത് വിശ്വസ്തതയാണ് എന്നുള്ളത് അറിയുക. മണവാളനോടുള്ള സ്നേഹമായിരിക്കണം. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ വ്യക്തിയോടുള്ള സമർപ്പണമായിരിക്കണം, ഏകാഗ്രതയായിരിക്കണം, ആ താല്പര്യമായിരിക്കണം.
ചിന്തകളായിരിക്കണം അവരെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇതെന്താണോ ആ വ്യക്തികളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത്, അന്ന് നിങ്ങൾ ചതിക്കപ്പെടും, അന്ന് നിങ്ങളുടെ ബന്ധം അകലും. ഏദൻ തോട്ടത്തിൽ പിശാച് ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെയും ജീവിതത്തിൽ ചതിക്കപ്പെടുവാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അത്യാവശ്യം വേണ്ടിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വിശ്വസ്തരായി, സമർപ്പണത്തോടെ, സ്നേഹത്തോടെ, താല്പര്യത്തോടെ ഈ ബന്ധത്തിൽ തുടരുക എന്നുള്ളത്. അപ്പോൾ വിവാഹ ദിനം വരെയും മണവാട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മണവാളന് വേണ്ടി താല്പര്യപൂർവ്വം കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയാണ്. അതാണ് വിശ്വാസികളായി നമ്മൾ കർത്താവിന്റെ വരവരെയും അങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്. ഇതിന്റെ ഇടയിൽ പല സുവിശേഷങ്ങൾ കേൾക്കും, പല ആത്മാവിനെ കുറിച്ച് കേൾക്കും, പല യേശുവിനെ കുറിച്ച് കേൾക്കും. അവിടെ ഒന്നും വീണു പോകരുത്. ഏത് യേശുവാണെന്നും ഏത് സുവിശേഷമാണെന്നും ഏത് ആത്മാവാണെന്നും നമ്മൾ തിരിച്ചറിയേണ്ടത് വിശുദ്ധ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളത് ഒരു ആത്മീയ ചിന്ത ആ ഭാഗത്ത് പറഞ്ഞ് അവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന മണവാളനും മണവാട്ടിയും, ഈ മണവാട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നത്. യേശു ക്രിസ്തു സഭയുമായിട്ട് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. വിവാഹം ഇനി വരാൻ പോകുന്നതില്ല. ഈ മണവാളൻ പറഞ്ഞു, ഞാൻ വരും. യേശു പറഞ്ഞു, സഭയോട് പറഞ്ഞു, ഞാൻ വരും, ഞാൻ ഇനി നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും, ഞാൻ വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും എന്നാണ് യേശു പറഞ്ഞത്. അങ്ങനെ ചേർത്തുകൊള്ളും എന്ന് പറയാനായിട്ട് മണവാളൻ മണവാട്ടിക്ക് അഥവാ യേശു ക്രിസ്തു തന്റെ സഭയ്ക്ക് നൽകിയ അച്ചാരമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു. യേശു ക്രിസ്തു തന്റെ സഭയെ ചേർത്തുകൊള്ളുവാൻ വീണ്ടും വരും എന്ന് നൽകിയ ഉറപ്പാണ് തന്റെ പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകിക്കൊണ്ട്, ഞാൻ വന്ന് പിന്നെയും നിങ്ങളെ വീണ്ടെടുക്കും, ഞാൻ നിങ്ങളെ ചേർത്തുകൊള്ളും എന്നുള്ള ആ അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടുകൊണ്ട് യേശു ക്രിസ്തു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ മണവാളൻ തിരിച്ചു വരും എന്നുള്ളതിന്റെ അച്ചാരം, അഡ്വാൻസ് പേയ്മെന്റ് ആണ് വിശ്വാസികളായ നമ്മളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആയിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്നറിയും. ഇന്ന് ഇവിടെ ഫ്രെഡി ബിൻസാമോൾക്ക് എന്താണ് കൈമാറ്റം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നമുക്കങ്ങനെ പ്രത്യേകിച്ച് കൈമാറ്റം ചെയ്യുന്ന പരിപാടികളൊന്നും ഇല്ല. വാസ്തവത്തിൽ യഹൂദന്മാരുടെ വിവാഹത്തിലൊക്കെ, വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുന്ന മണവാളനും മണവാട്ടിയും, ആ മണവാളൻ മണവാട്ടിക്ക് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനം, വിലപിടിപ്പുള്ള ഒരു സമ്മാനം, ഏറ്റവും താൻ ഹൃദയത്തോട് സൂക്ഷിക്കുന്ന വളരെ മൂല്യമുള്ള എന്തെങ്കിലും ഒരു സമ്മാനം മണവാട്ടിയെ ഏൽപ്പിച്ചിട്ട് പോകും. അത് വലിയ വിലയാണ്. ആ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ മണവാളൻ ആ മൂല്യമുള്ള സാധനം കൊടുക്കുമ്പോൾ മണവാട്ടി വിശ്വസിക്കുന്ന എന്താണെന്നറിയാമോ? അതെ, ഇത്ര വിലപിടിപ്പുള്ള ഒരു വസ്തു, മൂല്യമുള്ള ഒരു സാധനം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ഈ മണവാളൻ എന്നെ ആഴമായി സ്നേഹിക്കുന്നു, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ എന്നെ വിവാഹം കഴിക്കാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ദിവസം താൻ വീണ്ടും വരുമെന്നുള്ള ആ ഉറപ്പാണ് മണവാട്ടിക്ക് കിട്ടുന്നത്. ഇന്ന് ഇവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് പോകുമ്പോൾ ഒരുപക്ഷെ ഫ്രെഡി ബിൻസാമോളുടെ മുഖത്തോട്ട് പറയും, വളരെ ആർദ്രതയോടെ, ആവേശത്തോടെ, വികാരത്തോടെ, സ്നേഹത്തോടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്നുള്ള ഒരു ചിന്തയോ അല്ലെങ്കിൽ ഒരു സന്ദേശമോ ഒക്കെ കൈമാറിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. അതെ, നിശ്ചയിക്കപ്പെട്ട ദിവസം നമ്മൾ കാണും. അതുവരെയും ബിൻസാമോള് ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഫ്രെഡിയും അതുപോലെ കാത്തിരിക്കുകയാണ്. യേശു ക്രിസ്തു തന്റെ സഭയോട് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മണവാളന് മണവാട്ടിയോടുള്ള സ്നേഹം, ആ സമർപ്പണം, ഞാൻ ഇതൊന്നുകൂടി പറയട്ടെ. യേശു ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചത് തന്റെ സ്വന്തം രക്തം നൽകിയാണ്. യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചത് തന്റെ ജീവൻ നൽകിയാണ്. ജീവൻ നൽകുക മാത്രമല്ല,
തന്റെ ആത്മാവിനെ ഒടുവിൽ പകരുകയും ചെയ്തു. ഒരു മണവാളനായ ഫ്രെഡിക്ക് കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്താണെന്നറിയാമോ? മണവാട്ടിയായ, അല്ലെങ്കിൽ ഇന്ന് മണവാട്ടി അടുത്ത ദിവസം കല്യാണം കഴിയുമ്പോൾ ഭാര്യയായി മാറും. ഭാര്യയാകുന്ന ബിൻസാമോളോട് ഉണ്ടാകേണ്ടത് ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. യേശു ക്രിസ്തുവിനെ പോലെ ബിൻസാമോളെ ഫ്രെഡി സ്നേഹിക്കണം. തനിക്കുള്ളതെല്ലാം ബിൻസാമോളേതാണെന്നുള്ള ചിന്ത ഫ്രെഡിക്കുണ്ടാകണം. യേശു ക്രിസ്തു സഭയെ സ്നേഹിക്കുന്നത് പോലെ, സ്നേഹിച്ചതുപോലെ ബിൻസാമോളെ ഫ്രെഡി സ്നേഹിക്കണം. അതാണ് കുടുംബജീവിതത്തിന്റെ മാതൃക. ഒരു ഭർത്താവിന്റെ മാതൃക യേശു ക്രിസ്തുവാണ്. ഒരു ഭാര്യയുടെ, ഒരു മണവാട്ടിയുടെ, ഒരു ഭാര്യയുടെ മാതൃക സഭയാണ്. ഏകാഗ്രതയും നിർമ്മലതയും വിടാതെ കർത്താവിനോടുള്ള ആ സമർപ്പണം മുറുകെ പിടിച്ച് സഭ മുന്നോട്ട് പോകുന്നത് പോലെ കുടുംബജീവിതത്തിൽ ഭാര്യയായ, ഇന്ന് മണവാട്ടിയായ, നാളെ ഭാര്യയാകാൻ പോകുന്ന ബിൻസാമോൾക്കുണ്ടാകേണ്ടത്, ഈ ബിൻസാമോളെ സ്നേഹിക്കുന്ന, ബിൻസാമോൾക്ക് വേണ്ടി സകലവും ചെലവിടുന്ന, ബിൻസാമോളെ ആഴത്തിൽ സ്നേഹിക്കുന്ന, ബിൻസാമോളെ വളരെ വലിയ തോതിൽ എല്ലാം ചിലവിട്ടുകൊണ്ട് പോറ്റി പുലർത്തുന്ന ഫ്രെഡിയെ ആഴമായി തിരിച്ചു സ്നേഹിക്കുക, സമർപ്പിതയായിട്ട് ജീവിക്കുക, ഏകാഗ്രതയിലും നിർമ്മലതയിലും ജീവിക്കുക എന്നുള്ളതാണ് ബിൻസാമോൾ ചെയ്യുന്നത്. സഭ എങ്ങനെയാണ് ക്രിസ്തുവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അതേപോലെ തന്നെ ഒരു ഭാര്യയും തന്റെ ഭർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഞാൻ വാക്കുകളുടെ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുടുംബജീവിതം ഏറ്റവും സന്തോഷവും ആനന്ദകരവും ദൃഢവുമായി കൊണ്ടുപോകുവാൻ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഏറ്റവും നല്ല, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നോക്കിക്കാണേണ്ട ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അതായിരിക്കണം. ലോകത്തിലെ ഒരു ദമ്പതിമാരും പൂർണ്ണരല്ല. ഫ്രെഡിയുടെ മാതാപിതാക്കൾ ലോകത്തിലെ ഏറ്റവും നല്ല മാതാപിതാക്കൾ ആയി കാണുന്നതിന് തെറ്റുന്നില്ല. പക്ഷെ അവരിലും കുറവുകളുണ്ടാകും. ബിൻസാമോളിന്റെ മാതാപിതാക്കൾക്ക് കുറവുകളുണ്ടാകും. സഭയിലെ പാസ്റ്റർക്ക് കുറവുകളുണ്ടാകും. പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റിനും ഈ പ്രസംഗിക്കുന്ന എനിക്കും എന്റെ കുടുംബജീവിതത്തിലൊക്കെ ധാരാളം കുറവുകളും പോരായ്മകളും ന്യൂനതകളും ഒക്കെയുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവും ഒരു ബലഹീനതയും ഒരു ന്യൂനതയും കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു ഉത്തമനായ മണവാളൻ ഉണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് വേദപുസ്തകം വായിച്ച് മണവാളനായ ക്രിസ്തുവിനെ കുറിച്ച് നന്നായിട്ട് അറിയണം. അതുപോലെ ബിൻസാമോളും മണവാട്ടിയായിരിക്കുമ്പോൾ, ഭാര്യയായിരിക്കുമ്പോൾ, മണവാട്ടിയായ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന സഭ എങ്ങനെയാണോ യേശു ക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, ആ ബന്ധത്തിൽ തുടരുന്നത് പോലെ ബിൻസാമോളും കുടുംബജീവിതത്തിൽ തുടരാൻ ഈ കാര്യങ്ങൾ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും. അതുകൊണ്ടാണ് ദൈവദാസന്മാർ പറയുന്നത്, നിങ്ങൾ ദൈവവചനം വായിക്കണം, നിങ്ങൾ ദൈവവചനത്തിൽ വളരണം. അതിൽ നിന്ന് എന്നാണോ നിങ്ങളുടെ ശ്രദ്ധ മാറുന്നത്, നിങ്ങളുടെ ധ്യാനം മാറുന്നത്, ആ പഠിപ്പിക്കലുകളിൽ നിന്ന് നിങ്ങൾ എന്നാണോ മാറുന്നത്, പൗലോസ് പറയുന്ന പോലെ നിങ്ങൾ ചതിക്കപ്പെടും, നിങ്ങൾ മാറിപ്പോകും, നിങ്ങൾ വഷളായി പോകും, നിങ്ങൾ മറ്റൊരു പ്രത്യയശാസ്ത്രത്തിലേക്കും ചിന്താഗതിയിലേക്കും ആശയങ്ങളിലേക്കും പോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ ആധാരം, കുടുംബജീവിതത്തിന്റെ മോഡൽ നിങ്ങളുടെ നാട്ടിലും ഗ്രാമത്തിലുമുള്ള ആളുകളൊന്നുമല്ല. ലോകത്തിലെ ഏതെങ്കിലും ഫിലിം സ്റ്റാറുകളോ ഏതെങ്കിലും സ്പോർട്സ് സ്റ്റാറുകളോ രാഷ്ട്രീയ പ്രവർത്തകരോ ഒന്നുമല്ല. കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കുക. യേശു ക്രിസ്തു എന്ന മണവാളനെ നോക്കി പഠിക്കുക. അവനേക്കാൾ സുന്ദരനായി, അവനേക്കാൾ വിശ്വസ്തനായി, അവനേക്കാൾ സത്യസന്ധനായി, അവനെ പോലെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനായി ലോകത്തിൽ മറ്റാരെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവനാണ് ജീവൻ നൽകിയവൻ, അവനാണ് നിങ്ങളെ സ്നേഹിക്കുന്നവൻ. ആ യേശു ഇന്ന് നിങ്ങളെയും സ്നേഹിക്കുന്നു. നിങ്ങളെ അവന്റെ മണവാട്ടിയെ ചേർക്കുവാൻ യേശു ആഗ്രഹിക്കുന്നു. ആ യേശു എന്ന മണവാളനുമായിട്ട് വിവാഹ നിശ്ചയം, ഇതൊരു ആത്മീയ ഭാഷയാണ്. ആ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, യേശുവെ ഞാനൊരു പാപിയാണ്, എന്റെ പാപം അവിടുന്ന് ക്ഷമിക്കണമേ, ഞാൻ എന്റെ രക്ഷിതാവും കർത്താവും ദൈവമായ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി യേശുവിനോട് പ്രാർത്ഥിക്കുമെങ്കിൽ യേശുവായിട്ടുള്ള വിവാഹ നിശ്ചയത്തിലേക്ക് നിങ്ങൾ കടന്നു വരികയും വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ട് നിങ്ങളെ ഒരു ദിവസം യേശു തന്റെ ഭവനത്തിലേക്ക്, നിത്യമായ രാജ്യത്തിലേക്ക്, തന്റെ ഭവനത്തിലേക്ക് നിങ്ങളെയും എന്നെയും ചേർക്കുവാൻ വരുമ്പോൾ അവന്റെ മണികളിലേക്ക് പ്രവേശിക്കും. നിത്യമായി ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട് അവിടെ എന്നും നിൽക്കുവാനായിട്ട്, ജീവിക്കുവാനായിട്ട് കഴിയും എന്നുള്ള ഉറപ്പ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.
കുടുംബജീവിതത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. വേദപുസ്തകം വായിക്കുക. അത് വായിക്കാത്തോളം കാലം ഫ്രെഡി കിൻസാമോൾ ഈ പ്രസംഗങ്ങൾ കൊണ്ട് ഒരു ഗ്യാരണ്ടി ഇല്ല. ഈ പ്രസംഗം 10, 20, 28 മിനിറ്റ് മാത്രമുള്ളതാണ്. പക്ഷെ വേദപുസ്തകം നിങ്ങളോടൊപ്പം ഒപ്പം എന്നും ഉണ്ടാകും. അത് ധ്യാനമാകണം. യേശുവിനെ പഠിക്കണം. സഭയെ അറിയണം. അതുകൊണ്ട് സഭയിൽ പോകുന്നത്, ആരാധനയ്ക്ക് പോകുന്നത് ഒന്നും നിങ്ങൾ മുടക്കരുത്. പ്രാർത്ഥന മുടക്കരുത്, വചനധ്യാനം മുടക്കരുത്. കാരണം നിങ്ങളെ നിലനിർത്തുന്നത്, നിങ്ങളുടെ കുടുംബജീവിതത്തെ നിലനിർത്തുന്നത്, നിങ്ങളുടെ ആത്മീയതയെ നിലനിർത്തുന്നത് വേദപുസ്തക ധ്യാനവും പ്രാർത്ഥനയും സഭാപുണ്യവുമാണ്. അതിന് നിങ്ങൾ ഗൗരവപ്പെടുത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി മാറും, അനുഗ്രഹീതമായിട്ട് മാറും എന്നുള്ള ആഹ്വാനത്തോടെ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആശംസിക്കുന്നു.